ചില കല്യാണ അന്വേഷണങ്ങളൊക്കെ നമ്മളോട് വന്ന് പറയുമ്പോൾ നമ്മൾ ആ വിഷയത്തിൽ പലപ്പോഴും അത്ഭുതപ്പെട്ടു പോകാറുണ്ട്. MBBS കാരിയായ പെൺകുട്ടിയെയാണ് ഡോക്ടറായ തൻ്റെ മകന് തേടുന്നത്. MBBS കാരിയെ തേടുമ്പോ ആ MBBS കാരിയായ പെൺകുട്ടി ഉണ്ടല്ലോ, ഒരു ദരിദ്ര കുടുംബത്തിൽ നിന്ന് MBBS കാരിയായി വന്നതാണ്. നല്ല പഠിക്കുന്ന കുട്ടി, എല്ലാ രംഗത്തും വിജയം നേടിയ കുട്ടി, എല്ലാം കൊണ്ടും ഈ ചെറുപ്പക്കാരന് യോജിക്കുമെന്ന് കരുതിയിട്ട് പക്ഷെ ആ കുടുംബം സമ്മതിക്കുന്നില്ല. കാരണം പണമില്ല. അവർക്ക് വേണ്ടത് പണം എന്ന പ്രതാപമാണ്. പണം ഒരു പ്രതാപമാണല്ലോ, പണമുള്ളവർക്കൊരു പ്രതാപമുണ്ടാകുമല്ലോ. അള്ളാഹുവിന്റെ റസൂല് പറയുകയാണ്, ലം യസ്ദദില്ലാഹു ഇല്ലാ ദുല്ലാ. അള്ളാഹു നിന്ദയല്ലാതെ മറ്റൊന്നിനെയും അവരിൽ വർദ്ധിപ്പിക്കുകയില്ല. അതുപോലെ വമൻ തസവ്വജഹാ ലിമാലിഹാ, ഒരാള് ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചത് അവളുടെ ധനം ആഗ്രഹിച്ചുകൊണ്ടാണ് എങ്കിൽ ലം യസ്ദദുല്ലാഹു ഇല്ലാ ഫഖറാ, അല്ലാഹു ദാരിദ്ര്യത്തെ അല്ലാതെ മറ്റൊന്നും അവരിൽ വർദ്ധിപ്പിക്കുകയില്ല. അല്ലാഹു നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഒരാൾ തറവാട് നോക്കിയോ അതല്ലെങ്കിൽ ആ പെണ്ണിന്റെ സൗന്ദര്യം നോക്കിയോ ആണ് എങ്കിൽ താഴ്ചയല്ലാതെ മറ്റൊന്നും ആ മനുഷ്യൻ അല്ലാഹു തആല നൽകില്ല. എന്നാൽ നമ്മുടെ ലക്ഷ്യതായിരിക്കണം, ഇപ്പോഴുള്ള നമ്മുടെ മാനസികാവസ്ഥ അതായിരിക്കണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നന്നായിട്ട് ആമീൻ പറയൂ. എന്തുകൊണ്ടെന്നാൽ ഇത് ഞാൻ പറയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട കാര്യങ്ങളുണ്ട്. റസൂലുള്ള പറയാണ്, വമൻ തസവ്വജ ഇംറഅതൻ, ഒരാളൊരു പെണ്ണിനെ കല്യാണം കഴിച്ചത് ലം യുരിദ് ബിഹാ ഇല്ലാ അയ്യഗുല്ല ബസറഹു വയഹ്ഫള ഫർജഹു. കല്യാണം കഴിച്ചത് എന്തിനാണ്? തൻ്റെ കണ്ണിനെ ഹറാമിൽ നിന്ന് ചിമ്മാനാണ്, തൻ്റെ ഗുഹ്യസ്ഥാനത്തെ നിഷിദ്ധമായ കാര്യങ്ങളിൽ നിന്ന് കാത്തു രക്ഷിക്കാൻ വേണ്ടിയാണ്. അല്ലാഹുവേ ഞങ്ങളെ നീ കാത്തു രക്ഷിക്കണേ അല്ലാ. നല്ല ദ്വാരക്കേണ്ട കാലഘട്ടമാണ്. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ സജീവമായപ്പോൾ, ഇന്റർനെറ്റ് സൗകര്യങ്ങൾ സജീവമായപ്പോൾ നമ്മൾ സ്വർഗത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട ഭർത്താവിനും ഭാര്യയ്ക്കും ഉണ്ടാകുന്ന ആ ഒരു ഉന്നതമായ കാര്യങ്ങളെ നമ്മൾ മറന്നുപോയിരിക്കുകയാണ്. ഖുർആൻ ഇങ്ങനെ നോക്കിയാൽ അല്ലേ, ഇന്ന അസ്ഹാബൽ ജന്നത്തിൽ യൗം ഫീ ശുഗ്ലിൻ ഫാകിഹൂൻ ഹും വഅസ്വാജുഹും ഫീ ളിലാലിൻ അലൽ അറായികി മുത്തഖിഊൻ ലഹും ഫീഹാ ഫാകിഹത്തുൻ വലഹും മാ യദ്ദഊൻ സലാമുൻ ഖൗലം മിർ റബ്ബിർ റഹീം. എന്തൊരു വർണ്ണനയാണത്! സൂറത്ത് ഏതാണെന്നറിയാം? ഏതാണ്? പറഞ്ഞോളൂ. യാസീനാണ്. യാസീൻ്റെ ഒരു പ്രത്യേകത ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യം, സാവധാനത്തിൽ ഓതിയാൽ കിട്ടൂല എന്നുള്ളതാണ്. അതിനൊരു സ്പീഡുണ്ട്, ഒരു നോർമൽ സ്പീഡുണ്ട്. അതിൽ പോയാലാണ് ചില ആളുകൾക്ക് യാസീൻ കിട്ടുള്ളൂ. എന്തൊരു വർണ്ണനയാണ്! ഖുർആൻ ഇങ്ങനെ വർണ്ണിക്കുകയാണ്, ഇന്ന അസ്ഹാബൽ ജന്ന, സ്വർഗത്തിലുള്ള ആളുകൾ ഇങ്ങനെ അല്യവും ഈ സ്വർഗത്ത് കടന്ന ആ ദിവസം ഉണ്ടല്ലോ, ഫീ ശുഗ്ലിൻ ഫാകിഹൂൻ, അവർ ചില പ്രത്യേക പ്രവർത്തനങ്ങളിൽ ഇങ്ങനെ വ്യാപൃതരായിരിക്കുകയാണ്. എന്താണ് ആ പ്രവർത്തനം? ഹും വഅസ്വാജുഹും, മറൈൻ ഡ്രൈവിലേക്ക് ടൂർ പോയിട്ടല്ല ഇത്, മൂന്നാറിന്റെ സൗന്ദര്യം ആസ്വദിച്ച് തൻ്റെ ഇണകളോടുകൂടെ നിൽക്കുന്ന, തൻ്റെ ഇണയോടുകൂടെ നിൽക്കുന്ന ആ പ്രകൃതി ഭംഗി കാണുന്ന ഒരവസ്ഥയല്ല ഈ പറയുന്നത്. ഇത് അല്ലാഹ് പറയാണ്, ഹും വഅസ്വാജുഹും ഫീ ളിലാൽ, അവരിങ്ങനെ തണലിന്റെ അടിയിൽ, വൃക്ഷങ്ങളുടെ തണലിന്റെ അടിയിൽ, അലൽ ഫീ ളിലാലിൻ അലൽ അറായികി മുത്തഖിഊൻ, അവരിങ്ങനെ കട്ടിലുകൾ ഇങ്ങനെ ചാരിയിരിക്കുകയായിരിക്കും. റഹ്മാനെ നീ തൗഫീഖ് നൽകണേ അല്ലാ. അതല്ലേ നമ്മുടെ സ്വപ്നം. അലൽ, അവർ കട്ടിലുകളുടെ മുകളിൽ ഇങ്ങനെ ചാരിയിരിക്കുന്നവരായിരിക്കും എന്ന് മാത്രമല്ല, അവരിങ്ങനെ ചാരിയിരിക്കുമ്പോ
വെറുതെ ചാരിയിരിക്കല്ല. ചാരിയിരിക്കുമ്പോ ഒരു സുഖം കിട്ടണമെങ്കിൽ എന്ത് വേണം? അവരുടെ തൊട്ടടുക്കൽ പഴങ്ങൾ വേണം, ഫലങ്ങൾ വേണം. ലഹും ഫീഹാ ഫാകിഹത്തുൻ, അവർക്കവിടെ നിന്ന് പഴം കിട്ടുകയാണ്. പഴം മാത്രമല്ല, ജ്യൂസ് വേണം, അതല്ലെങ്കിൽ കുറച്ച് വെള്ളം വേണം. അവർ ആവശ്യപ്പെടുന്നത് മുഴുവനും ഉണ്ടല്ലോ. അവർ ഈ ആസ്വാദനത്തിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ആ സ്വർഗത്തിലുള്ള ഇണകൾക്ക് അല്ലാഹു നൽകുന്ന വലിയൊരു നന്മ പറയുകയാണ്. അവരതാ കേൾക്കുന്നു, സലാമുൻ ഖൗലം മിർ റബ്ബിർ റഹീം. അല്ലാഹു തആല ദുനിയാവിൽ ഇണയായി തുണയായി ജീവിക്കാൻ അവസരം നൽകിയപ്പോ, എല്ലാ നിഷിദ്ധമായ കാര്യങ്ങളിൽ നിന്നും ജീവിതം അകറ്റി നിർത്തിയപ്പോ, സന്തോഷത്തോടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയപ്പോ, തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയോടൊപ്പം ഭർത്താവിനോടൊപ്പം ആ സ്വർഗത്തിന്റെ തണലിലിരിക്കുമ്പോ അതാ വരുന്നു നാഥൻ, സലാമുൻ ഖൗലം മിർ റബ്ബിർ റഹീം. രക്ഷിതാവായ അല്ലാഹുവിൽ നിന്ന് അസ്സലാമു അലൈക്കും എന്ന് ആ ഇണയോടും തുണയോടും അല്ലാഹു സലാം പറയുമെന്ന് സൂറത്ത് യാസീൻ. പടച്ചോനെ, നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ. അതുകൊണ്ടാണ് റസൂലുള്ളാഹി പറഞ്ഞത്, വമൻ തസവ്വജ ഇംറഅതൻ ലം യുരിദ് ബിഹാ ഇല്ലാ അൻ യഗുല്ല ബസറഹു വയഹ്ഫള ഫർജഹു ബാറകല്ലാഹു ലഹു ഫീഹാ വബാറക ലഹാ ഫീ. അല്ലാഹു തആല അവനിൽ അവൾക്കും അവളിൽ അവൻക്കും അല്ലാഹു അനുഗ്രഹം ചൊരിയുമെന്ന് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യം, വിവാഹത്തിന്റെ മാനദണ്ഡങ്ങൾ ഇങ്ങനെയൊക്കെയാന്ന് പറഞ്ഞിട്ട് ഇതൊന്നും ഉള്ളതിന്റെ പേരിൽ ഒരിക്കലും അഭിശംസിക്കപ്പെടേണ്ട കാര്യമില്ല. സൗന്ദര്യം ഉണ്ടായതിന്റെ പേരിൽ, സ്വത്ത് ഉണ്ടായതിന്റെ പേരിൽ, അതല്ലെങ്കിൽ പ്രതാപം ഉണ്ടായതിന്റെ പേരിൽ, ജോലി ഉണ്ടായതിന്റെ പേരിൽ, ഉദ്യോഗമുണ്ടായതിന്റെ പേരിൽ ഒരിക്കലും ഒരാളും ഒരു കുറവുമില്ല, അവരുടെ നന്മക്കൊരു കുറവുമില്ല. പക്ഷേ അതിൻ്റെയൊക്കെ കൂട്ടായി അള്ളാഹുവിൻ്റെ ദീനും അവൻ്റെ ദീനിൻ്റെ ചര്യയും ഉണ്ടാകണം എന്ന് മാത്രം. ആത്തിക റളിയല്ലാഹു അൻഹ, ആത്തിക ബിന്തു സയ്യിദ് ഇബ്നു അംർ ഇബ്നു നുഫൈൽ എന്ന സ്ത്രീ ഉണ്ടായിരുന്നു. ആത്തിക പലപ്പോഴും പ്രത്യേകിച്ച് ഉസ്താദുമാരൊക്കെ പ്രസംഗത്തിന്റെ സമയത്തൊക്കെ ഇടക്ക് സ്ത്രീകളുടെ പള്ളിയിലുള്ള പോക്കൊക്കെ പറയുമ്പോൾ പറയുന്ന ഒരു മഹതിയായ വനിതയാണ് ആത്തിക റളിയല്ലാഹു അൻഹ. വലിയ ഒരു സുന്ദരിയായ ഒരു സ്ത്രീയായിരുന്നു സ്വഹാബികൾക്കിടയിൽ, സ്വഹാബി വനിതകൾക്കിടയിൽ. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. ആത്തിക്കയെ ആര് കല്യാണം കഴിച്ചുവോ, ആത്തിക റളിയല്ലാഹു അൻഹുവിന്റെ ഭർത്താക്കന്മാർ ഷഹീദാവുക എന്ന ഒരു പ്രവണത ഉണ്ടായിരുന്നു. ആര് കല്യാണം കഴിച്ചാലും അങ്ങനെ ഒരു ചില ആളുകൾക്കൊക്കെ അങ്ങനെ ഓരോ വിധികൾ ഉണ്ടാവും. അള്ളാഹു നമുക്ക് കാവൽ നൽകുമാറാകട്ടെ. ചില ആളുകൾക്ക് കുടുംബ ജീവിതത്തിൽ വലിയ പരീക്ഷണങ്ങൾ നേരിടും. നമ്മൾ വിചാരിക്കുന്ന പരീക്ഷണങ്ങളല്ല. കല്യാണം കഴിച്ചാൽ ആ കല്യാണം മരിച്ചു പോവാ, ഭാര്യ മരിച്ചു പോവാ. എനിക്ക് തന്നെ അങ്ങനെ പരിചയമുള്ള ചില ആളുകളുണ്ട്. അള്ളാഹു നമുക്ക് കാവൽ നൽകുമാറാകട്ടെ. പരീക്ഷണങ്ങളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മൻ അറാദ ഷഹാദ, നിങ്ങൾക്കാർക്കെങ്കിലും രക്തസാക്ഷിത്വം മോഹമുണ്ടോ, ഫല്യതസവ്വജ് ആത്തിക, അവൻ ആത്തികയെ കല്യാണം കഴിക്കട്ടെ. അങ്ങനെ ആത്തികയെ കല്യാണം കഴിച്ചു. അബ്ദുറഹ്മാൻ ഇബ്നു അബീ ബക്കർ റളിയല്ലാഹു അൻഹു, അബൂബക്കറിന്റെ മകനായ അബ്ദുറഹ്മാൻ എന്നയാൾ. കല്യാണം കണ്ട് കഴിച്ചപ്പോ പിന്നെ പള്ളിയിൽ വരുന്നില്ല, പിന്നെ ജമാഅത്തുകൾക്കില്ല, എല്ലാ കാര്യങ്ങളിൽ നിന്നും അബ്ദുറഹ്മാൻ ഒരൽപ്പം പിറകോട്ട് പോയി. വാപ്പ കണിശമായിട്ട് പറഞ്ഞു, ഇങ്ങനെയാണെങ്കിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂല, തൽക്കാലം നിങ്ങൾ വേർപിരിയണം, കാരണം നിന്നെ കൊണ്ട് എനിക്ക് വേറെയും കുറെ ആവശ്യങ്ങളുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അവസാനം വേർപിരിയാൻ വേണ്ടി പറഞ്ഞു. വാപ്പയുടെ നിർബന്ധത്തിന് വഴങ്ങി അബ്ദുറഹ്മാൻ തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയെ മൊഴി ചൊല്ലി, ത്വലാഖ് ചൊല്ലി. പിന്നെ അതിനേക്കാളും വലിയ പ്രശ്നം, പടച്ചോനെ, മൂപ്പർക്ക് അങ്ങോട്ട് നോക്കാൻ വയ്യ, ഇങ്ങോട്ട് നോക്കാൻ വയ്യ. മൂപ്പർ ആകെ ഉണ്ടായിരുന്നൊരു സ്വത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ ചിരിയാണല്ലോ. ആ ചിരി അങ്ങ് മാഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ജീവിതത്തിൽ എന്താ സുഖമുള്ളത്? അദ്ദേഹത്തിൻ്റെ ചിരിയൊക്കെ അപ്രത്യക്ഷമായി.
വിരഹഗാനങ്ങൾ, വിരഹ കവിതകൾ ഒഴുകാൻ തുടങ്ങി. ഫലം ആറ മിസ്ലി ത്വല്ലഖൽ യൗമ മിസ്ലഹാ വലാ മിസ്ലുഹാ ഫീ ഗൈരി ദംബിൻ തുതല്ലഖൂ. അവളെപ്പോലെ ഒരാൾ, ഒരു കുറ്റവുമില്ലാതെ മൊഴി ചൊല്ലപ്പെട്ട മറ്റൊരു സ്ത്രീയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കവിത ചൊല്ലി. ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ഇബ്നു അബീ ബക്കർ വിരഹം കാരണത്താൽ മുമ്പുള്ളതിനേക്കാൾ മോശമായപ്പോൾ ബഹുമാനപ്പെട്ട അബൂബക്കർ റളിയല്ലാഹു അൻഹു രണ്ടാമത് കല്യാണം കഴിക്കാൻ വേണ്ടി പറഞ്ഞു. രണ്ടാമത് അതിനെ തിരിച്ചെടുക്കാൻ പറയുകയും അവർ തിരിച്ചെടുക്കുകയും ചെയ്തു. അബ്ദുറഹ്മാൻ ഷഹീദായി പോയി. പിൽക്കാലത്ത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കല്യാണം കഴിച്ചു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഷഹീദായി പോയത് അറിയാമല്ലോ. സുബൈർ ഇബ്നുൽ അവ്വാം കല്യാണം കഴിച്ചു. ഇങ്ങനെ കല്യാണം കഴിക്കുന്നവരൊക്കെ രക്തസാക്ഷികളായി ഞാൻ പറഞ്ഞു കൊണ്ടുവന്നത്, സൗന്ദര്യം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു തെറ്റല്ല എന്നാണ് ദീന് പറയുന്നത്. ഇന്നല്ലാഹ ജമീൽ യുഹിബ്ബുൽ ജമാൽ. അള്ളാഹു സൗന്ദര്യത്തെ ഇഷ്ടപ്പെടുന്നവനാണ്. ആ സൗന്ദര്യത്തെ അള്ളാഹു സൗന്ദര്യമുള്ളവനാണ്. അവൻ സൗന്ദര്യമുള്ളവനെ ഇഷ്ടപ്പെടുന്നവനാണ്. പക്ഷേ അതുമാത്രമാവരുത് എന്നാ പറയുന്നത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, മഹദിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയെ അള്ളാഹുവിൻ്റെ റസൂല് കല്യാണം കഴിച്ചത് അലിയെപ്പോലെ ഒരു ദരിദ്രനുണ്ടായിരുന്നില്ല, അലിയെപ്പോലെ ഒരു പാവപ്പെട്ടവനുണ്ടായിരുന്നില്ല. അത് കല്യാണം പറഞ്ഞപ്പോൾ, ഫാത്തിമ ബീവിയോട് പറഞ്ഞപ്പോ ഫാത്തിമ ബീവി കരഞ്ഞുപോയി. എന്തുകൊണ്ടാണെന്നറിയില്ല. അപ്പോൾ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത്, ഫാത്തിമ, നിന്നെ കല്യാണം കഴിക്കാൻ പോകുന്നത് മക്കയിലെ ഏറ്റവും വലിയ, മദീനയിലെ ഏറ്റവും വലിയ ധീരനാണ്, ഏറ്റവും വലിയ അറിവുള്ള ആളുമാണെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നബി കണക്കാക്കിയ മാനദണ്ഡങ്ങളിൽ പ്രധാനമതായിരുന്നു. നമ്മൾ ആലോചിച്ച് നോക്കേണ്ട ചില കാര്യങ്ങളാണ്. 6 തരം സ്ത്രീകളെ കല്യാണം കഴിക്കാൻ, അത് കല്യാണം കഴിച്ചവരോട് പറഞ്ഞിട്ട് കാര്യമില്ല, കഴിക്കാനുള്ളവരോട് ചില സ്ത്രീകളുടെ സ്വഭാവങ്ങളാണിത്. അപ്പം ഇത് ഞാൻ പറയുമ്പോൾ ഓരോരുത്തർക്കും ആലോചിക്കാമല്ലോ, പടച്ചോനെ ഇതിൽ ഏത് സ്വഭാവമാണ് എന്നിൽ ഉള്ളത് എന്ന് ആലോചിക്കാമല്ലോ. ആ സ്വഭാവത്തിൽ നിന്ന് നമ്മൾ വിട്ടു നിൽക്കണം എന്നുള്ളതാണ്. ഒന്നാമത്തേത് അന്നാന. ഒരു വിഭാഗം സ്ത്രീകളാണ്, അവർ എപ്പോഴും രോഗം അഭിനയിക്കുന്നവരാകുമത്രേ. ഭർത്താവിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റാൻ അവർ തയ്യാറാവുകയില്ല. ഭർത്താവിനെ സ്നേഹിക്കാനോ സഹായിക്കുവാനോ, ഭർത്താവിൻ്റെ ശാരീരികമായ ആവശ്യങ്ങൾ നിറവേറ്റിക്കൊടുക്കുവാനോ തയ്യാറാകാതെ എന്ത് കാര്യം പറഞ്ഞാലും തലവേദനയാണെന്ന് പറയാ, എന്ത് കാര്യം പറഞ്ഞാലും എനിക്കിപ്പോൾ ആരോഗ്യമില്ല എന്ന് പറയാ. ഉള്ള രോഗത്തെക്കുറിച്ചല്ല പറയുന്നത്, രോഗം അഭിനയിക്കുന്ന ഒരു സ്വഭാവം. രണ്ടാമത്തെ സ്വഭാവമാണ് മന്നാന. മന്നാന അത് പിന്നെ പൊതുവെ സ്ത്രീകളിലൊന്നും കാണാറില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് ഭർത്താവിന് എന്തെങ്കിലും ഗുണം ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ എടുത്തു പറയുന്ന ഒരു വിഭാഗം സ്ത്രീകൾ. അത് പിന്നെ നമ്മളുടെ ഇടയിലൊന്നും തീരല്ല എന്നുള്ളതാണ്. എങ്ങല്ലേ, എന്ത്, ഓ നിങ്ങൾക്ക് ഞാൻ ഭക്ഷണം ഉണ്ടാക്കി തന്നു, നിങ്ങളുടെ ഡ്രസ്സ് ഞാൻ ഇസ്തിരിട്ട് തന്നില്ലേ, നിങ്ങൾക്ക് ഞാൻ അത് ചെയ്ത് തന്നില്ലേ, ഇത് ചെയ്ത് തന്നില്ലേ എന്നൊന്നും പറയുന്നൊരു സ്വഭാവം നമുക്കിടയിലില്ല. അങ്ങനെയുള്ളത് സ്ത്രീകളുടെ ഒരു ദുഷിച്ച സ്വഭാവമാണ് എന്നാണ്. അവന് ഇവിടെ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് പറയേണ്ടതില്ലല്ലോ. ഹന്നാന എന്ന് പറഞ്ഞാൽ മറ്റൊരു ഭർത്താവിലേക്ക് ആഗ്രഹിക്കുക. ഓ, എൻ്റെ ഭർത്താവ് ഈ പൊണ്ണനാണല്ലോ പടച്ചോനെ, എനിക്ക് അയാൾ ഭർത്താവ്. ഇത് ആഗ്രഹിക്കപ്പെടുന്ന ആളുകളൊന്നും ഇവിടെ ഉണ്ടാവില്ല കേട്ടോ. നമ്മളൊക്കെ എല്ലാവരും ഉഷാറുള്ള ആൾക്കാർ തന്നെയാണ്. അപ്പോൾ പടച്ചോൻ എനിക്ക് അയാളിൻ്റെ ഭർത്താവായിരുന്നെങ്കിൽ, ഇയാളിൻ്റെ മോനായിരുന്നെങ്കിൽ എന്നൊക്കെ ഇങ്ങനെ പറയാം, എന്നൊക്കെ ഇങ്ങനെ ആഗ്രഹിച്ച്, അതൊക്കെ ഒരു കുടുംബത്തിലുണ്ടാകുന്ന ഒരു വിഷമമാണല്ലോ. നാലാമത്തതും നമുക്കിടയിൽ തീരുണ്ടാവില്ല. ഹദാഖത്ത് എന്നാണ് അവരറിയപ്പെടുന്നത്. എല്ലാ സാധനങ്ങളിലേക്കും ആവശ്യമുള്ളവരാവും എത്ര അവർ. എല്ലാ സാധനങ്ങളിലേക്കും. ഒരു വാനിറ്റി ബാഗ് കണ്ടിട്ടുണ്ടെങ്കിൽ അത്, അതുപോലെ ഒരു വാഹനമൊക്കെ വാങ്ങി, ആ വാഹനം വാങ്ങി 2-3 ദിവസം കഴിഞ്ഞപ്പോഴാണ് കുറച്ച് അപ്പുറത്തുള്ള ആൾ വേറൊരു അപ്പം അതിലേക്ക്, ഇങ്ങനെ ഓരോ കാര്യങ്ങളിലേക്ക്, എല്ലാ സാധനങ്ങളിലേക്കും ആവശ്യമുള്ള ആളുകൾ. വേറെ വിഭാഗം സ്ത്രീകളാണ് ബറാഖത്ത്. 2 അർത്ഥങ്ങളാണ് അതിനുള്ളത്. ഒന്ന്, എല്ലാ കാര്യങ്ങളിൽ നിന്നും ഒഴിവായി എപ്പോഴും തൻ്റെ സൗന്ദര്യത്തിൻ്റെ കാര്യത്തിൽ മാത്രം ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ, അതൊന്നും നമുക്കിടയിൽ ഉണ്ടാവില്ല. എന്നാൽ ചിലർക്കിടയിലുണ്ട്. അവർ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കൂല, അവർ റെസ്റ്റോറൻറ്റുകളിൽ നിന്ന് ഭക്ഷണം പാർസൽ ചെയ്യിക്കും.
അവർ മറ്റുള്ള എവിടെ പോയി ഭക്ഷണം കഴിക്കും? അവരാകെ ചെയ്യുന്ന പ്രവർത്തനം എന്ന് പറയുന്നത് തൻ്റെ ഭർത്താവിൻ്റെ കഷ്ടപ്പാട് കൊണ്ടുണ്ടാക്കിയ പണം കൊണ്ട് തൻ്റെ മുഖം മിനുക്കുകയും തൻ്റെ സൗന്ദര്യം മറ്റുള്ളവരുടെ മുമ്പിൽ കാണിച്ചു കൊടുക്കുകയും ചെയ്യുക എന്ന ദുസ്വഭാവികളായ സ്ത്രീകൾ. അതല്ലെങ്കിൽ അതിന് വേറെ ഒരർത്ഥം കൂടെ ഉണ്ട്. ഒരിക്കലും അവർ ഒരാളുടെ കൂട്ടത്തിലും ഭക്ഷണം കഴിക്കൂല. അത് ഏറ്റവും വലിയൊരു ദുസ്വഭാവമാണ്. നമ്മുടെ വീട്ടിൽ ബർക്കത്തുണ്ടാവാനുള്ള ഏറ്റവും വലിയ ഒരു മാർഗം, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒറ്റയ്ക്കിരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. നോമ്പിന് പിന്നെ അത് പ്രത്യേകം പറയേണ്ടതില്ല. ആർക്കും സെപ്പറേറ്റ് ടൈമില്ലല്ലോ. എല്ലാവരും 4 മണിക്ക് തന്നെ എഴുന്നേറ്റ് ആ നേരത്ത് ഭക്ഷണം കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ കാര്യം കഷ്ടമായിരിക്കും എന്ന് വിചാരിച്ച് ഏറെക്കുറെയൊക്കെ എല്ലാവരും ആ സമയത്ത് ഭക്ഷണം കഴിക്കും. എന്നാൽ ആ സമയത്ത് മാത്രമല്ല, പിന്നെ ഏത് സമയത്തും നബിയോട് സ്വഹാബികൾ ചെന്ന് പറഞ്ഞു, നബിയെ, ഞങ്ങൾ നന്നായി കഴിക്കുന്നുണ്ട്, നമ്മളെയൊക്കെ പോലെ തന്നെ നന്നായി കഴിക്കുന്നുണ്ട്, പക്ഷേ ഞങ്ങളുടെ വയറ് നിറയുന്നില്ല. നമുക്ക് നേരെ തിരിച്ചാണ് പരാതി എന്നുള്ളതാണ്. വയറ് നിറഞ്ഞിട്ട് പിന്നെ കഴിക്കാൻ കഴിയണില്ല എന്നുള്ളൊരു പ്രശ്നമായിരിക്കും കുറേ ആൾക്കാർക്ക് ഉണ്ടാകുക. ഞങ്ങളുടെ വയറൊക്കെ നിറഞ്ഞൊന്നും കഴിക്കാൻ കഴിയണില്ലല്ലോ. വരാതല്ല, ഞങ്ങൾ നന്നായി കഴിക്കുന്നുണ്ട്, പക്ഷെ ഞങ്ങളുടെ വയറ് നിറയുന്നില്ല. സ്വഹാബികളോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിനുള്ള ഒരു പരിഹാരമായി പറഞ്ഞത്, നിങ്ങൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കൂ എന്നുള്ളതാണ്. ചില സ്ത്രീകളുണ്ടാവും, അവർ ഭർത്താവിനോടൊപ്പം ഇരിക്കുകയില്ല. ഭർത്താവിനോടൊപ്പം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലേ, അങ്ങനെ ഒരു സ്നേഹത്തിൻ്റെ ഒരു പാലൂട്ടലും തേനൂട്ടലും ഒക്കെ എല്ലാ കാലത്തും നടക്കണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലേ, പണ്ടത്തെ ആൾക്കാർ പറയും, കല്യാണം കഴിച്ചാൽ ആദ്യ ഒരു മാസം ഭയങ്കര ഹണിമൂണായിരിക്കുമല്ലോ. അപ്പോൾ ഇവളെന്ത് പറഞ്ഞാലും മൂപ്പര് കേൾക്കുന്നതാണ്. നേരെ തിരിച്ചാന്നറിയില്ല. അടുത്തൊരു മാസം എന്ന് പറഞ്ഞാൽ ഇവൻ എന്ത് പറഞ്ഞാലും അവൾ കേൾക്കേണ്ടി വരും. അത് കഴിഞ്ഞ് 3-ാമത്തെ മാസം മുതൽ ജീവിതാവസാനം വരെ ഇവർ രണ്ടുപേരും പറയുന്നത് നാട്ടുകാർ മുഴുവൻ കേൾക്കുന്നതാണ്. ആ ജാതി ബഹളായിരിക്കും. എന്താണ്? ഒരു ചായ ചോദിച്ചതാണ് പ്രശ്നം. ചിലപ്പോൾ അത് കൊടുത്തതാവും പ്രശ്നം. ചൂടില്ല, മധുരല്ല, പിന്നെ മൂപ്പരെ കുടിക്കല്ലയ്യ, കുടിപ്പിക്കുകയാണ് ചെയ്യുക. യാ അല്ലാഹ്, അല്ലാഹു തആല കാത്ത് രക്ഷിക്കുമാറാവട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒന്നാമതായി പെൺകുട്ടികൾക്കുണ്ടായിരിക്കേണ്ട ദൗത്യം ഞാൻ ഇത്രയും സമയം പറഞ്ഞതിനെ ഒന്ന് സംഗ്രഹിക്കുകയാണ്. ഒന്നാമതായി പെണ്ണ് ദീനീ ചിട്ടയുള്ളവളാവുക. അതുകൊണ്ട് തന്നെ ഒരു പെൺകുട്ടിയെ കുറിച്ച് അന്വേഷിക്കുമ്പോൾ വളരെ കൃത്യമായി ആ കാര്യത്തിൽ അന്വേഷിക്കുകയും അവരെക്കുറിച്ച് നമ്മോട് അന്വേഷിക്കുമ്പോൾ ശരിയായ വിവരം അവരെ സംബന്ധിച്ച് നമ്മൾ നൽകുകയും വേണം. അത് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ്. അത് ഗീബത്താവൂല എന്നാണ്. കാരണം വലിയ കുടുംബമാണ് ഇവിടെ രൂപീകരിക്കപ്പെടാൻ പോകുന്നത്. ഓൻ ഒരൊറ്റ നേരം പോലും നിസ്കരിക്കാത്ത ആളായിരിക്കും, പക്ഷേ അവനെക്കുറിച്ച് നമ്മൾ പറയാണ്, ഓൻ നന്നായിട്ട് നിസ്കരിക്കുന്ന ആളാണ്. അവരുടെ കുടുംബത്തെക്കുറിച്ചും അവരുടെ സ്വഭാവത്തെക്കുറിച്ചും മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഖൈസിന്റെ മകളായ ഫാത്തിമയെ സംബന്ധിച്ച്, ഫാത്തിമ റളിയല്ലാഹു അൻഹയെ മുആവിയയും അബൂജഹം എന്ന് പറയുന്ന 2 സ്വഹാബികളും കല്യാണം അന്വേഷിച്ചു. ഫാത്തിമ എന്ന് പറയുന്ന സ്ത്രീയെ, എന്ന് പറയുന്ന സ്വഹാബി വനിതയെ അള്ളാന്റെ റസൂലിനോട് വന്ന് കാര്യം പറഞ്ഞു, നബിയേ, എന്താണ് മുആവിയയുടെ സ്വഭാവം, എന്താണ് അബൂജഹമിന്റെ സ്വഭാവം? അപ്പോൾ പറഞ്ഞു, ഫാത്തിമ, അബൂജഹം നിങ്ങൾക്ക് യോജിച്ച ആളല്ല. കാരണം അദ്ദേഹം തൻ്റെ ചുമലിൽ നിന്ന് വടി താഴെ വെക്കാറില്ല. എന്ന് പറഞ്ഞാൽ വലിയ ദേഷ്യക്കാരനാണ്. അതുകൊണ്ടത് നിങ്ങൾക്ക് യോജിച്ച ആളല്ല. എന്നാൽ മുആവിയയാണെങ്കിലോ അത് നിങ്ങൾക്ക് മറ്റൊരു രീതിയിൽ നിങ്ങൾക്ക് യോജിച്ചതല്ല. ഞാൻ നിങ്ങൾക്ക് മറ്റൊരു അന്വേഷണം പറഞ്ഞു തരാം. നിങ്ങൾ ഉസാമയെ, സെയ്ദിന്റെ മകനായ ഉസാമയെ നിങ്ങൾ കല്യാണം കഴിക്കണേ. നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതകാലത്ത് അവിടുന്ന് പരിഗണിച്ച ഏറ്റവും വലിയ പരിഗണന ഇത് തന്നെയായിരുന്നു. അവിടുന്ന് കല്യാണം കഴിച്ചു 11 ആളുകളെ. പലരും അതിനെ സംബന്ധിച്ച് പല ജൽപ്പനങ്ങളും പറയാറുണ്ട്.
ഹബീബായ നബിയെ പരിഹസിക്കുവാനും റസൂലുള്ളാഹിയെ പുച്ഛിക്കുവാനും പലരും പ്രവാചകന്റെ ഈ ഒരു 11 ഇണകളെ കല്യാണം കഴിച്ചു. 12ാമത്തേത് മഹദിയായ മാരിയത്തുൽ ഖിബ്തിയ്യ റളിയല്ലാഹു അൻഹ. ഇങ്ങനെ 12 ആളുകൾ ഉണ്ടായിരുന്നു. ഒരഭിപ്രായ പ്രകാരം 11 ആളുകൾ ഉണ്ടായിരുന്നു. ആവട്ടെ, നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, ഈ 11 ആളുകളിൽ ഒരാള് മാത്രമാ മുൻപ് കല്യാണം കഴിക്കപ്പെടാത്തവരായിട്ടുണ്ടായിരുന്നത്. അത് മറ്റാരുമല്ല, സുമുഖിയായ സുന്ദരിയായ ഈ ലോകത്ത് അല്ലാഹുവിൻ്റെ ദീൻ ഏറ്റവും മനോഹരമായി പ്രചരിപ്പിക്കാൻ ഒരു പ്രബോധകയായി ലോകം കാണുന്ന മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ. ബാക്കിയുള്ളവർക്കാർക്കും ആ ഒരു രീതി ഉണ്ടായിരുന്നില്ല. പ്രായമേറിയവരായിരുന്നു, വിധവകളായിരുന്നു, അശരണരായിരുന്നു. അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പലരുമായിട്ടുമുള്ള ഇടപാടിനും ദഅവത്തിനും സഹായകമാകുന്ന ഒരു രീതിയായിരുന്നു റസൂലുള്ള പരിഗണിച്ചിരുന്നത്. എന്നാൽ ഇവരിൽ റസൂലുള്ള ഇങ്ങനെയുള്ളവരെ കല്യാണം കഴിക്കുമ്പോൾ അവരുടെ മതബോധം, അവരുടെ ദീനുമായുള്ള സമ്പർക്കം അള്ളാഹുവിൻ്റെ റസൂൽ നന്നായി പരിഗണിച്ചിരുന്നു. അതിൻ്റെ ഒറ്റ ഉദാഹരണം നമുക്ക് പറയാമല്ലോ. ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളിലെ വളരെ പ്രമുഖയായ മഹദിയാണല്ലോ പരിശുദ്ധ റസൂലിന്റെ പ്രിയതമയായിരുന്ന ഉമ്മു സലമ റളിയല്ലാഹു അൻഹാ. ഉമ്മു സലമ റളിയല്ലാഹു അൻഹാ അള്ളാഹുവിന്റെ റസൂൽ കല്യാണം കഴിക്കുന്നതിന്റെ മുമ്പ് അബൂ സലമ എന്ന സ്വഹാബിയുടെ ഭാര്യയായിരുന്നു. അബൂ സലമ രോഗം ബാധിച്ചു. അബൂ സലമ ലോകത്തോട് വിട പറഞ്ഞു പോയി. അബൂ സലമ വിട പറഞ്ഞപ്പോൾ സദാസമയവും തൻ്റെ കൂടെ ഉണ്ടായിരുന്ന അബൂ സലമ റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട ഭാര്യയ്ക്ക് എങ്ങനെയെങ്കിലും ഒരു കാവൽ നൽകണം, സംരക്ഷണം നൽകണം. തന്നെയുമല്ല, അവർ വിധവയാണ് എന്നതോടൊപ്പം അവർക്ക് പറക്കമുറ്റാത്ത 2-3 മക്കളുണ്ടായിരുന്നു. അള്ളാഹുവിന്റെ റസൂല് സംരക്ഷണം ഏറ്റെടുക്കൽ നിർബന്ധമായ ഒരു ഘട്ടം പോലെ വന്നപ്പോഴാണ് ഉമ്മു സലമ റളിയല്ലാഹു അൻഹയെ ബഹുമാനപ്പെട്ട അബൂ സലമ റളിയല്ലാഹു അൻഹയുടെ അവിടുത്തെ നിര്യാണത്തിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏറ്റെടുക്കുന്നത്. ചുരുക്കത്തിൽ ആയിഷ റളിയല്ലാഹു അൻഹ ഒഴികെയുള്ള നമ്മളത് പഠിക്കുമ്പോൾ നമ്മൾ തെറ്റിദ്ധരിക്കരുത്. നബി തിരുമേനി ഇത്ര കല്യാണം കഴിച്ചോ, ബാക്കിയുള്ളവർക്ക് 4 തന്നെ ഉള്ളത് തന്നെ വലിയ പ്രശ്നം എന്ന് വിചാരിച്ചിട്ട് എല്ലാവരും 4 കല്യാണം കഴിക്കുന്നവരല്ലല്ലോ. നമുക്കിടയിൽ ആരാ 4 കല്യാണം കഴിച്ചവർ? നമുക്കിടയിൽ ആരാ 2 ആളെ പോലും കല്യാണം കഴിച്ചവരാരാ? അതൊക്കെ നിർബന്ധമായ ഘട്ടത്തില്, അനിവാര്യമായ ഘട്ടത്തില്, ദീനിനെതിരല്ലാത്ത രീതിയിൽ അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സർവശക്തനായ അല്ലാഹു തആല നൽകിയിരിക്കുന്ന കരുണ മാത്രമാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്.